മലപ്പുറത്തേക്ക് പോകും. അതിനു മുൻപ് തൃശ്ശൂരിൽ ഒരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. തൃശ്ശൂർ കൊരട്ടിയിലാണ് വൻ കവർച്ച ഉണ്ടായത്. വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇപ്പോൾ ഈ മഴക്കാലമാണ്, പലയിടങ്ങളിലും കവർച്ചാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വീട്ടിൽ നിന്നും പുലർച്ചെ 35 പവൻ സ്വർണം കവരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ പോലീസിന് ലഭ്യമാണോ? പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൊരട്ടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ കൊരട്ടിയിൽ ചിറങ്ങരയിൽ പ്രകാശൻ എന്ന ആളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ സ്വർണം ഉപയോഗിച്ചിരുന്നു. 35 പവനോളമാണ് കാണാതെ പോയത്, മോഷണം പോയത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയാണ് ഇത് ലോക്കറിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വീട്ടുകാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ വിവാഹത്തിന് പോയ ശേഷം വിവാഹത്തിന് പോകാൻ ഈ സ്വർണം അണിഞ്ഞിരുന്നതായി വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാതിരാത്രിയിൽ എപ്പോഴോ ഉണർന്നപ്പോഴാണ് ലൈറ്റ് കിടക്കുന്നത് കണ്ടത്. അത് ചെന്ന് അണയ്ക്കാൻ നോക്കിയപ്പോഴാണ് അലമാരയും ആ മുറിയും എല്ലാം വലിച്ചു വാരിയിട്ടിരുന്ന നിലയിൽ കണ്ടതെന്നാണ് പ്രകാശൻ പറയുന്നത്. എന്തായാലും പിന്നീട് പരിശോധിച്ചപ്പോഴാണ് 35 പവനോളം സ്വർണം കളവ് പോയി, മോഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോക്കറിൽ നിന്നും സ്വർണം എടുത്തത് കൊണ്ട് തന്നെയും ഈ ബന്ധു വീട്ടിൽ ഈ സ്വർണം അണിഞ്ഞു പോയത് കൊണ്ട് തന്നെയും ഇവരുടെ വീട്ടിൽ കയ്യിൽ തന്നെ സ്വർണമുണ്ട് എന്നറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും കൊരട്ടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആജ്ഞ, ഇത് പോലീസിന്റെ സംശയം എങ്ങനെയാണ്? ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണോ, അതോ ഈ കുടുംബവുമായി കുടുംബത്തെ അറിയാവുന്നവരാണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? കാരണം ഇവർ പുറത്തുപോയ സമയത്താണ് മോഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തെ കൃത്യമായും നിരീക്ഷിച്ചു തന്നെയായിരിക്കില്ലേ ഈ കവർച്ച നടത്തിയത്? ശരിക്കും കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്, പുലർച്ചെയാണ് മോഷണം നടന്നത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ലോക്കറിലായിരുന്നു സ്വർണം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന സമയത്ത് പ്രകാശന്റെ വീട്ടുകാർ ഈ സ്വർണം അണിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കാരണം ലോക്കറിൽ നിന്നും 2 ദിവസത്തിന് മുൻപ് സ്വർണം എടുക്കുന്നു, അത് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അത് സ്വർണ്ണ ആഭരണങ്ങൾ അണിയുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതറിയാവുന്ന, അതായത് ഈ കല്യാണത്തിനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ തന്നെ ഇവരെ ശ്രദ്ധിച്ചവരായിരിക്കാം ഒരു പക്ഷേ ഇതിന് പിന്നിലെന്ന് തന്നെയാണ് പോലീസ് നിഗമനം. കാരണം സാധാരണയായിട്ട് വീടുകളിൽ, ഒരു ഇടത്തരം വീടുകളിൽ പ്രത്യേകിച്ചും ഇത്തരം വലിയ എമൗണ്ട് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നത് പതിവില്ല. അത് ലോക്കറുകളിലോ ബാഗുകളിലോ അതല്ലെങ്കിലൊക്കെയാണ് സൂക്ഷിക്കാറ്. ഈവൻ കല്യാണം തീരുമാനിച്ചാൽ പോലും കല്യാണ വീടുകളിൽ സ്വർണമുണ്ട് എന്ന് അറിയാവുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഈ വധുവിൻ്റെ സ്വർണമൊക്കെ മറ്റേതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ സൂക്ഷിച്ച ശേഷം കല്യാണ ചടങ്ങിന് മുൻപായി എത്തിക്കുന്ന, അല്ലെങ്കിൽ വധു ഇറങ്ങുന്ന സമയത്ത് മുൻപ് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പലയിടത്തും ആശ്രയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സ്വർണം അവിടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ കല്യാണമാണ് സ്വർണമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും പ്രത്യേകിച്ചും ഇത്തരം ഒരു ടെൻഡൻസിയുള്ള മോഷ്ടാക്കൾക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം മുൻകരുതലുകൾ ഈവൻ കല്യാണ വീട്ടുകാർ പോലും എടുക്കാറുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഈ സ്വർണ്ണമൊക്കെ ലോക്കലിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ 2 ദിവസം മുൻപ് ഇതുപോലെ ബന്ധുവിൻ്റെ കല്യാണത്തിന് ആവശ്യത്തിന് പോകുന്നതിന് മുൻപാണ് ഈ ലോക്കറിൽ നിന്നും ഈ സ്വർണം എടുത്തുകൊണ്ട് വന്നതും അതുപോലെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്വർണം ആഭരണമായി ഉപയോഗിച്ചിരുന്നുവെന്നും പ്രകാശൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടവർ തന്നെയാവും ഇവരുടെ കയ്യിൽ ഇത്രയധികം സ്വർണമുണ്ട്, അങ്ങനെ ആ തരത്തിലായിരിക്കാം മോഷണം നടന്നത്. ഈ പുലർച്ചെയാണ് സംഭവം ഉണ്ടായ. രാത്രിയിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ട ഈ പ്രകാശൻ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കാൻ വേണ്ടി ആ മുറിയിലേക്ക് എത്തിയതാണ്. അപ്പോഴാണ് ഈ തരത്തിൽ അതാണ് ഈ ജനലിന്റെ കമ്പി പൊളിച്ചാണ്, കമ്പി തകർത്താണ് ഈ മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവർ ഈ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല, അതോ ഈ കനത്ത മഴയായിരുന്നു ആ സമയത്ത്, ഈ മോഷണം നടക്കുന്ന സമയത്ത് അവിടെ?
മഴയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പുലർച്ചെയുള്ള സമയമായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ വീട്ടുകാർ വലിയ ഗാഠനിദ്രയിലായിപ്പോയതുമാകാം. എന്തായാലും മോഷണ ശ്രമം നടന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുറിയിൽ അങ്ങനെ ഒരു പ്രകാശം ലൈറ്റ് കിടക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് അത് രാത്രിയിൽ എപ്പോഴും ഉണർന്നപ്പോഴാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് വീട്ടുകാരൻ പറയുന്നത്. അത് അണയ്ക്കാൻ ചെന്നപ്പോഴാണ് ഈ തരത്തിൽ ഇങ്ങനെ മുറി വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു നിലയിൽ കണ്ടത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണമെല്ലാം മോഷണം പോയി, ഈ 35 പവനോളം സ്വർണം മോഷണം പോയി എന്ന് തിരിച്ചറിയുന്നതും കേട്ടോ. തൃശൂർ കൊരട്ടയിലാണ് പുലർച്ചെ മോഷണം നടന്നത്. 35 പവനോളം സ്വർണം നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം